നല്ലൊരു ഫീൽ ഗുഡ് എൻ്റർടൈനറാണ് വാഴ. ഒരു കമ്മിങ് ഓഫ് ഏജ് രീതിയിൽ പോകുന്ന ഒരു ഫീൽ ഗുഡ് പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു പക്കാ ഫൺ ഫീൽഡ് റൈഡ്, തുടക്കം മുതൽ അവസാനം വരെ ഒരു ലോ ഓഫ് റയോട്ടായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഉണ്ട് കോമഡി ആസ്പെക്ട്സും അല്ലെങ്കിൽ ഫണ്ണായിട്ടുള്ള എലമെൻറ്റ്സ് അവിടെ ഒക്കെ ഉണ്ടെങ്കിലും മൊത്തത്തിലൊരു ഫീൽ ഗുഡ് അനുഭവത്തിലാണ് സിനിമ ഒരുക്കിയിട്ടുള്ളത്. സെക്കൻഡ് ഹാഫ് ഒക്കെ കുറേ ഇമോഷണലാണ്, പക്ഷേ പ്രോപ്പറായിട്ട് അത് കണക്റ്റ് ആവുന്നുണ്ട്. ആൻഡ് ബയോപിക് ഓഫ് ദി ബില്യൺ ബോയ്സ് എന്ന് പറയുന്ന ആ ഒരു ബയോപിക്ക് തന്നെയാണ് ഈ സിനിമ. നമ്മളെല്ലാവരും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുള്ള, ഇപ്പോഴും പലവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് സിനിമയിൽ ചർച്ച ചെയ്തു പോകുന്നത്. ആൻഡ് മറ്റൊരു ആസ്പെക്റ്റ് എനിക്ക് ഈ സിനിമയിൽ ഇഷ്ടമായത്, സാധാരണ ഇങ്ങനത്തെ സിനിമകളിലൊക്കെ തന്നെ ഈ ഒരു അനുഭവിക്കുന്ന കുട്ടികളുടെ പെർസ്പെക്റ്റീവ് മാത്രമാണെങ്കിൽ അതിനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ അവർ ശത്രുക്കളെന്ന് കരുതുന്ന പാരൻസിൻ്റെ പെർസ്പെക്റ്റീവും പ്രോപ്പറായിട്ട് സിനിമയിൽ കാണിക്കുന്നുണ്ട്. ആൻഡ് അവരുടെ ആ ഒരു റിയലൈസേഷൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഭയങ്കര ടച്ചിങ് ആയിരുന്നു സിനിമയിൽ. സോ ഒരു പ്രോപ്പർ എൻഗേജിങ് ആയിട്ടുള്ള നല്ല ഫണ്ണായിട്ട് തിയേറ്ററിൽ കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമയായിട്ട് എനിക്ക് പേഴ്സണലി. ആൻഡ് ഈ സിനിമ ഒരു പക്കാ തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്നൊരു സിനിമയാണ്. തിയേറ്ററിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ക്രൗഡിനൊപ്പം ഇരുന്ന് കാണേണ്ട സിനിമയാണ്. ഈ സാധനം OTTയിൽ വരുമ്പോഴോ ടി വിയിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുമ്പോഴോ വീട്ടിൽ ഈ സാധനം ഭയങ്കര ക്രിഞ്ചായിട്ടും ഭയങ്കര എന്ത് ക്രിഞ്ചാണ്ട ഈ പടം എന്ന രീതിയിലേക്ക് തോന്നും. പക്ഷേ ക്രൗഡിനൊപ്പം കാണുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്ത് കാണുന്ന സിനിമ. ഞാനീ പറഞ്ഞ പോലെ എനിക്ക് ചിരി വരാത്ത കുറേ സീക്വൻസുകളിൽ ബാക്കിയുള്ളവരൊക്കെ ചിരിക്കുന്നുണ്ട്. സോ അങ്ങനത്തെ ഓരോരുത്തർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പല പല അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറേ പോയിന്റ്സ് വെച്ചിട്ടാണ് സിനിമയിൽ പോകുന്നത്. സിനിമയിൽ ഇൻ്റർവെൽ ബ്ലോക്കിലൊക്കെ തിയേറ്റർ ഇങ്ങനെ അല്ലാതല്ലായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അത്ര ചിരിയൊന്നും വന്നില്ല. ഓക്കെ, എനിക്ക് ആ ഒരു സീക്വൻസിൽ മാത്രം ഒരു ഓക്കെ മോഡായിരുന്നെങ്കിലും ഞാൻ വെറുതെ തിരിഞ്ഞു നോക്കിയപ്പോൾ തിയേറ്ററിൽ ഇങ്ങനെ ഒരു വേവ് ചിരിച്ചിട്ട് ആൾക്കാർ കിടന്ന് അർമാദിക്കുക. സോ അങ്ങനെ ഒരു പക്ഷേ ബാക്കിയുള്ളവർ ചിരിക്കുമ്പോൾ നമുക്കും ചിരി വരും എന്ന് പറയുന്ന പോലത്തെ ആ ഒരു കണക്ഷൻ ഉണ്ടാകുന്ന കുറേ സാധനങ്ങൾ സിനിമയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ക്രൗഡ് മെറ്റീരിയലാണ്, പക്കാ ക്രൗഡ് മെറ്റീരിയലാണ്. ഇതുപോലത്തെ പല സിനിമകളും റീസെൻ്റ്ലി പുറത്തിറങ്ങിയ മറ്റേ രോമാഞ്ചവും ഈ പറയുന്ന ജയ ജയ ഹേ, വേറെ അങ്ങനത്തെ ഒരുപാട് സിനിമകൾ ഇതേപോലെ തന്നെ തിയേറ്ററിൽ നല്ല റെസ്പോൺസ് കിട്ടി OTTയിലേക്ക് വരുമ്പോൾ നല്ല ഊക്ക് കിട്ടുന്ന പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ വെറുതെ വീട്ടിലിരുന്ന് ഫ്രീ ആയിട്ട് OTTയിൽ കാണേണ്ട സാധനങ്ങളല്ല, തിയേറ്ററിൽ തന്നെ പോയി എൻജോയ് ചെയ്യേണ്ട സിനിമകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഇത് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഒരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കാണുക, അല്ലാതെ വെറുതെ വീട്ടിലിരുന്ന് കണ്ടിട്ട് കോണടിക്കാൻ നിൽക്കരുത്. സോ ആ ക്രൗഡിനൊപ്പം കണ്ടാൽ മാത്രമാണ് ആ ഒരു ഫീൽ കിട്ടുള്ളൂ. സോ അങ്ങനെ കാണാത്ത കുറേ പേരുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞത്, അങ്ങനെ കാണുന്നവർക്കും കൂടിയുള്ള ഒരു എന്താ പറയുക, അവരും കൂടി ചിലപ്പോൾ ഈ പടം കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നല്ലതെന്ന് പറയാനും എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന കുറേ പേരുണ്ടാവും. അവരടക്കം പേടിച്ചിട്ട് ഓക്കെ ഇത് OTT വരുമ്പോൾ എല്ലാവർക്കും ചിരി ഉണ്ടാവില്ല, സോ നല്ലതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴേ ഊക്ക് കിട്ടുമെന്ന് പറഞ്ഞ് പേടിച്ചിട്ട് കുറേ പേര് സിനിമയെ പറ്റി മോശം പറയുന്ന ആൾക്കാരും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ളൊരു ക്രൗഡ് മെറ്റീരിയലാണ് ഈ റീസെൻ്റ്ലി പുറത്തിറങ്ങിയ ഗുരുവായൂരമ്പല നടയിലും വർഷങ്ങൾക്ക് ശേഷത്തിനൊക്കെ തന്നെ ഇതുപോലത്തെ ഒരുപാട് മിക്സഡ് റെസ്പോൺസ് ആയിരുന്നു. പ്രത്യേകിച്ച് OTTയിലേക്കും ഈ പറയുന്ന സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിലേക്കൊക്കെ സിനിമ എത്തുമ്പോൾ സിനിമ ഇറക്കുന്നത് തിയേറ്ററിലേക്കാണ്. തിയേറ്ററിൽ പോയി കാണുക, പോയി കണ്ടിട്ട് അഭിപ്രായം പറയുക, അല്ലാതെ വെറുതെ OTT കണ്ടിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഫീലും ക്രൗഡിനൊക്കെ ഇരുന്ന് കാണുന്ന ഫീലും വേറെയാണ്. ഫാൻ ഷോക്കൊക്കെ പോകുന്ന അവർക്കറിയാം എന്താണ് അവർക്ക് കിട്ടുന്ന ഫീൽ എന്നുള്ളത്. അത് നോർമൽ തിയേറ്റർ റെസ്പോൺസിൽ അത് കിട്ടില്ല. അതേ സാധനം അല്ല നമ്മൾ വീട്ടിൽ ഇരുന്ന് TV കാണുമ്പോൾ കിട്ടുക. സോ നമുക്ക് ആ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് തരുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് ഇത്തരത്തിലുള്ള സിനിമകൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ കിട്ടുക. സോ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടുപോകുക. ഞാൻ ഇത്രയും പറയാൻ കാരണം ഇതൊരു പക്ക ക്രൗഡ് മെറ്റീരിയലാണ്. ആൻഡ് എനിക്ക് ഈ സിനിമ പ്രോപ്പറായിട്ട് കണക്റ്റായി. ഇതിലെ എല്ലാ ഇമോഷൻസും എല്ലാ കോമഡി ആസ്പെക്ട്സും കണക്റ്റായി. ഹാഷിറിനെ പ്രതീക്ഷിച്ച് പോരുത്. അതൊക്കെ ഒരു ടോട്ടൽ റൺ ടൈമിൽ ഒരു 10 മിനിറ്റൊക്കെ ഉള്ളവർ അവരോടൊക്കെ ആയിട്ട് വന്ന് പോകുന്നുള്ളൂ. ആൻഡ് അവരെ പ്ലേസ് ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പർ റോള് കൊടുത്ത് സെക്കൻഡ് പാർട്ട് വരും എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നൊന്നുമില്ല. ഈ സിനിമയെ തന്നെ പ്രോപ്പറായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നു. പക്ഷേ അതിനുള്ള സ്പേസ് ഇല്ല. ബാക്കിയുള്ളവർ പ്രോപ്പറായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സിനിമ നിറഞ്ഞു ഓടുകയാണ്. സോ എവിടെ ഒരു ലാഗില്ലാതെ പ്രോപ്പറായിട്ടുള്ള ഒരു ഫ്ലോ ഉള്ളൊരു പടം തുടക്കം മുതൽ അവസാനം വരെ നമ്മളിങ്ങനെ ഫണ്ണായിട്ട് കണ്ടിരിക്കും. പിന്നെ ഞാൻ പറയുന്നു, ഇതൊരു ക്രൗഡ് വാച്ചാണ്. ഒരു ക്രൗഡായിട്ടുള്ള തിയേറ്ററിൽ ഇരുന്ന് കാണേണ്ട സിനിമയാണ്. ഞാൻ കണ്ടത് ഒരു പാക്ഡ് ആയിട്ടുള്ള തിയേറ്ററായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഫസ്റ്റ് ഡേ ഇറങ്ങുന്ന സിനിമകൾക്കൊക്കെ തന്നെ കിട്ടുന്ന റെസ്പോൺസ് വളരെ വളരെ ഷോക്കാണ്. 1-2 പേര് വെച്ചിട്ടായിരിക്കും ഫസ്റ്റ് ഡേ ഈവനിങ് ഷോസും നൈറ്റ് ഷോസൊക്കെ തന്നെ ഓടുക. പക്ഷേ ഈ സിനിമയ്ക്ക് അങ്ങനെ അല്ലായിരുന്നു. ഇതിനും നുണക്കൊഴിക്കൊക്കെ ഫുൾ തിയേറ്ററായിരുന്നു. എന്താ സംഭവം എന്നറിയില്ല. ഐ തിങ്ക് ഇതിലൊക്കെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള കുറേ പേരൊക്കെ വരുന്നതുകൊണ്ടായിരിക്കും ഇത്രയധികം റെസ്പോൺസ്. കമ്പയർ ടു മറ്റു വലിയ ബിഗ് സ്റ്റാർഡുള്ള ആൾക്കാരുടെ സിനിമകൾ വരുമ്പോൾ പോലും കിട്ടാത്ത റെസ്പോൺസ് ഇതിൽ കിട്ടുന്നുണ്ട്. സോ അവരവിടെ ചെയ്തിട്ടുള്ളതിൻ്റെ ഫലം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ആൾക്കാരെ പുള്ളി ഇവരെ കൊണ്ട് സാധിക്കുന്നുണ്ട്. സോ ട്രെൻഡ് ചേഞ്ച് ആയി വരികയാണ്. ഈ ട്രെൻഡ് ഇനിയും മുന്നോട്ട് പോകുമെന്ന് കരുതുന്നു. ഹാഷിറിനൊക്കെ നല്ല ഭാവിയുണ്ട്, ആ ടീമിന് മുഴുവനായിട്ട്. കാരണം അവരെന്താണ് നമ്മൾ റീൽസിൽ കണ്ട് അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതേ നാച്ചുറാലിറ്റിയോടെ തന്നെയാണ് ഇവർ ഇതിൽ അഭിനയിക്കുന്നത്. സോ അവരുടെ ആ മാനറസും ഇഷ്ടമായതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത്. സോ അവരെ ബേസ് ചെയ്തിട്ട് ഇനിയും പടം വരുന്നുണ്ട്. സോ മൊത്തത്തിൽ ഒരു ഫൺഫിൽഡ് ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് പടം ക്രൗഡിലിരുന്ന് കാണാം, OTTയിൽ കാണരുത്. കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.